അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അനുഗ്രഹീതമായ ഈ വരിയിൽ ബഹുമാനനായ ടി മുഹമ്മദ് മുലവൽക്കുളത്തോട് ആശംസാ പ്രഭാഷണം നിർവഹിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദിനില്ലാഹ്. അമ്മാ ബഅദ്. ആദരണീയരായ വേദിയിൽ ഉപവിഷ്ടരായ മുഹമ്മദ് നിസാമി അടക്കമുള്ള പണ്ഡിതന്മാരെ, ഈ സംഗമത്തിൽ സന്നിഹിതരായ കാരണവന്മാരെ, ഭാവി വാഗ്ദാനങ്ങളായി വളർന്നുകൊണ്ടിരിക്കുന്ന യുവ പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. സന്തോഷദായകമായ ഒരു സായാഹ്നം നാം ഇവിടെ പങ്കുവെക്കുകയാണ്. ഈ സന്തോഷ സംഗമത്തിൽ സന്നിഹിതനാകുമ്പോൾ എന്റെ ചിന്ത ഒരനൂറ്റാണ്ട് മുമ്പിലേക്ക് പറന്നു പോവുകയാണ്. കേരളീയ മുസ്ലിം സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രചരണത്തിന് വേണ്ടി നടത്തപ്പെടുന്ന ഒട്ടേറെ പ്രയത്നങ്ങളിൽ അക്കാലത്തെ അതിന്റെ നായകന്മാരായിരുന്ന സയ്യിദ് പൂക്കോയത്തങ്ങൾ തൊട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തൊട്ട് ബഷീർ മുസ്ലിയാർ തൊട്ട് സി എച്ച് ഐദ്രൂസ് മുസ്ലിയാർ തൊട്ട് ആളുകളൊക്കെ അന്ന് വിദ്യാർത്ഥി ജീവിതം അവസാനിപ്പിച്ച് അധ്യാപകനായി രംഗത്ത് വന്ന എന്നെ കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു. ആ കാലഘട്ടത്തിൽ നടന്നിരുന്ന ചർച്ച മുസ്ലിം വിദ്യാഭ്യാസത്തിലെ പരിഷ്കരണങ്ങളെക്കുറിച്ചാണ്. ജാമിഅ നൂരിയയൊക്കെ ആരംഭിച്ചിട്ടേയുള്ളൂ. വിദ്യാഭ്യാസത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിൽ തന്നെ അതിന് ഒരുപാട് പഴക്കമുണ്ട്. ഒരു കാലഘട്ടം നമുക്കറിയാം, മതവിദ്യാഭ്യാസം കേവലം ഓത്തുപള്ളികളിൽ ഒതുങ്ങി നിൽക്കുന്ന കാലമായിരുന്നു. ഹിന്ദു സഹോദരന്മാർ എഴുത്തച്ഛന്മാരുടെ എഴുത്തുശാലകളിലാണ് അക്ഷരജ്ഞാനം നേടിയിരുന്നത്. മുസ്ലിമീങ്ങൾ ഓത്തുപള്ളികളിൽ അക്ഷരം പഠിക്കുകയും അതിനുശേഷം വായന പഠിക്കുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആന്റെ പാരായണത്തിൽ മാത്രം അത് അവസാനിപ്പിച്ചിരുന്ന മഗ്‌രിബിന് ശേഷം ചൊല്ലാൻ ബദർ മൗലീദും ബദർമാലയും വഹിയദ്ദീൻ മാലയും ഒക്കെ പഠിപ്പിച്ചിരുന്ന ഒരു സിലബസ് ഒന്നുണ്ടായിരുന്നു. മദ്രസയിൽ പഠിക്കാൻ ഭാഗ്യം സിദ്ധിക്കാത്തവനാണ് ഞാൻ ഓത്തുപള്ളിയിൽ പഠിച്ചതാണ്. ബിസ്മിൽ മുഹൈമിനി അബ്തദി ഇംലായി വബിഹംദിഹി ശുക്റൻ അലൻ നിഅമായി എന്നൊക്കെ ആ കാലഘട്ടത്തിൽ പഠിപ്പിച്ച വരികൾ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. മദ്രസ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞതുപോലും നമ്മുടെ സമൂഹം സ്വീകരിക്കാൻ മടി കാണിച്ചു. കേരളത്തിൽ എങ്ങനെയാണ് മദ്രസ വിദ്യാഭ്യാസം വ്യാപകമായത്? സാഹചര്യം മനസ്സിലാക്കി ഉണരാൻ കേരളീയ മുസ്ലിം സമൂഹത്തിന് സാധിച്ചിരുന്നു എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 1947 ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം മതേതരത്വത്തിന്റെ പ്രതിബദ്ധതയിൽ സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ചിരുന്ന ഓത്തുപള്ളി സമ്പ്രദായം മതപഠനം നിർത്തണം എന്ന് ഗവൺമെന്റ് പറഞ്ഞു. ഗവൺമെന്റിന്റെ വാദം തെറ്റായിരുന്നില്ല. മഹാനായ സയ്യിദ് റഹ്മാൻ ബാഫക്കി തങ്ങൾ കേരള മുസ്ലിങ്ങളുടെ മുന്നേറ്റത്തിന് ബീജാവാപം കുറിക്കുകയും മാതൃകാപരമായ നേതൃത്വം നൽകുകയും ചെയ്ത മാതൃകായോഗ്യനായ നേതാവ് അതിനൊരു പരിഹാരം കാണാൻ തീരുമാനിച്ചു. എന്തായിരുന്നു പരിഹാരം? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നത് ജനങ്ങളെ സംഘടിപ്പിച്ച് ഗവൺമെന്റിന്റെ നയത്തിനെതിരായി സമരം ചെയ്യുകയാണ്.
എന്നാൽ ബാഫക്ക് തങ്ങൾ ഇത് ചെയ്തില്ല. മതേതരത്വത്തിന്റെ പ്രതിബദ്ധതയിൽ ഒരു സർക്കാർ ഈ ജനാധിപത്യ മതേതര സ്വതന്ത്ര രാജ്യത്തിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നുവെങ്കിൽ മുസ്ലിം സമൂഹം അതിനെ എതിർക്കുകയല്ല, അതിന് പരിഹാരം കാണുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹം ആലോചിച്ചു. അദ്ദേഹം നേരെ പോയത് സമസ്തയുടെ കാര്യവട്ടം ചേർന്ന യോഗത്തിലേക്കായി. അവിടെ ഒരു പ്രമേയത്തിലൂടെ ഈ ആവശ്യം ഉന്നയിച്ചു. കേരളീയ മുസ്ലിങ്ങൾക്ക് ദിശാബോധം നൽകിയിരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ മതവിദ്യാഭ്യാസ രംഗത്ത് ചില ചുവടുവെപ്പുകൾ നടത്താൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 1951 സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകൃതമാകുന്നത്. മദ്രസ പ്രസ്ഥാനവുമായി വന്നപ്പോഴും കേരളീയ മുസ്ലിം സമൂഹം അതിനോട് മുഖം തിരിഞ്ഞു നിന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ അബ്ദുൽ ഖാദർ സാഹിബിന്റെ പിതാവ് ഉസ്മാൻ സാഹിബ് എഴുതിയ ഒരു ലേഖനം ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ PMSA പൂക്കോയത്തങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയിരുന്ന പരിപാടികൾ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മദ്രസയുടെ രൂപീകരണത്തിനും മുന്നോട്ടുള്ള ഗമനത്തിനും സഹായകമാകാൻ വേണ്ടിയാണെന്നാണ് അദ്ദേഹം ആ ലേഖനത്തിൽ പറഞ്ഞത്. അങ്ങനെ ഒരുപാട് ആളുകൾ മദ്രസ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. ആദ്യമായി നിങ്ങൾക്കറിയാമോ, അതിന്റെ പാഠപുസ്തകം എഴുതിയത് പറവണ്ണ മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർഖദ അദ്ദേഹമായിരുന്നു. പിൽക്കാലത്താണ് സമസ്ത നേരിട്ട് പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങിയത്. ചരിത്രത്തിന്റെ താളുകൾ ഒന്നുകൂടി പരിശോധിച്ചാൽ 1908 തോന്നുന്നു, ഏതായിരുന്നാലും 900 ആദ്യഘട്ടങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കരണം വരുത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ച ഒരു മഹാൻ ഈ രാജ്യത്തുണ്ടായിരുന്നു, ചാലിലകത്ത് കുഞ്ഞഹമ്മദാജി. അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു പറവണ്ണ മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ. വാഴക്കാട്ട് നടത്തിയിരുന്ന ദർസിൽ നിന്നാണ്, ആ ദർസ് സമ്പ്രദായത്തിൽ നിന്ന് അവിടെ എഴുതാനും വായിക്കാനും അതുപോലെ തന്നെ ഇതര ഭാഷകളും പഠിപ്പിക്കാൻ വേണ്ടി തിരിഞ്ഞത്. മലയാളം പഠിപ്പിക്കാൻ ഒരു ഹൈന്ദവ സഹോദരനെ അവിടെ നിയമിച്ചിരുന്നു. വഖഫിന്റെ സ്വത്തിൽ നിന്ന് ഹൈന്ദവ സഹോദരന് മലയാളം പഠിപ്പിക്കാൻ ശമ്പളം കൊടുക്കുന്നത് ശരിയാണോ എന്ന് സമൂഹം വന്ന് വാദിച്ചിരുന്നു, അന്ന് സംശയിച്ചിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ആ കാലഘട്ടങ്ങളിൽ ആ പഠന സമ്പ്രദായത്തെക്കുറിച്ച് പരിശോധിക്കാൻ പണ്ഡിതന്മാരുടെ ഒരു വിഭാഗത്തെ തന്നെ നിയമിച്ചു. കേവലം ഖുർആനും ഹദീസും മാത്രമല്ല, ഫിഖ്ഹും മാത്രമല്ല, തസവ്വുഫും മാത്രമല്ല, മറ്റു ഭാഷകളും മലയാള ഭാഷയും പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ള ഈ സമ്പ്രദായം ശരിയാണോ എന്ന് പലർക്കും സംശയമുണ്ടായതുകൊണ്ട് ഒരു പണ്ഡിതന്മാരുടെ ഒരു വിഭാഗത്തെ തന്നെ അത് പരിശോധിക്കാൻ നിയമിച്ചു. അവർ പറഞ്ഞു, ഇതിൽ യാതൊരു കുഴപ്പവുമില്ല. ആ വിദ്യാഭ്യാസ സമ്പ്രദായം ഉൾക്കൊണ്ട മഹാനായിരുന്നു ആര്? ഞാൻ നേരത്തെ പറഞ്ഞ 51 സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുമ്പോൾ അതിന്റെ സെക്രട്ടറിയായി വന്നിട്ടുള്ള പറവണ്ണ മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ. കേരളീയ മുസ്ലിം സമൂഹം മെല്ലെ മെല്ലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സമ്പ്രദായത്തോട് നീരസം തോന്നുന്നു. ഞാൻ ആരെയും ആക്ഷേപിക്കുന്നില്ല. ഒരു സംഗതി കാണുമ്പോൾ പലർക്കും ചിന്ത കൂടുമ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളുണ്ടാവും, ചിന്തിക്കുമ്പോഴാണ് അഭിപ്രായമുണ്ടാകും. പക്ഷേ കാലത്തിന്റെ കാലച്ച മനസ്സിലാക്കി കേരളീയ സമൂഹം മദ്രസ പ്രസ്ഥാനത്തെ സ്വീകരിച്ചു. അതിന്റെ വിജയം എവിടെ വരെ എത്തിയെന്ന് നിങ്ങൾക്കറിയാമോ? 100% വരുന്ന കേരള ജനതയുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ഇന്ന് 16,000-ഓളം സ്കൂളുകൾ മാത്രമാണ് ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ പുതിയ സെൻസസ് അനുസരിച്ച് 26% വരുന്ന, പഴയ സെൻസസ് അനുസരിച്ച് 23 പോട്ടെ 25% വരുന്ന കേരളീയ മുസ്ലിങ്ങളുടെ പ്രാഥമിക മതവിദ്യാഭ്യാസത്തിന് ഇന്ന് പ്രവർത്തിക്കുന്നത് 10,000-നടുത്ത് മദ്രസയാണ്. അടുത്ത ദിവസം എത്രയാണ് അംഗീകരിച്ച് എനിക്കറിയൂടെ, 9,600 ചില്ലാനും അംഗീകരിച്ചതായി ഞാൻ വായിച്ചു. സമസ്തയുടെ കീഴിൽ മാത്രം 10,000-ഓളം മദ്രസകളിവിടെ പ്രവർത്തിക്കുന്നു. മറ്റു പലരുടെയും കീഴിൽ മദ്രസകളുണ്ട്. ഞാൻ അതൊന്നും ഇവിടെ വിശദീകരിക്കാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ 25% വരുന്ന ഒരു ജനതയുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് 10,000 സ്ഥാപനങ്ങളുണ്ടെങ്കിൽ 100% വരുന്ന പൊതുസമൂഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന്
ഏറ്റവും ചുരുങ്ങിയത് 40,000 സ്കൂളുകൾ വേണ്ടിവരും. അല്ലെങ്കിൽ 16,000 സ്കൂളുകളാണ് കേരളത്തിലുള്ളതെങ്കിൽ ആനുപാതികമായി 4,000 മദ്രസകൾ മാത്രമുണ്ടായാൽ കോടിക്കണക്കിൽ രൂപ ബഡ്ജറ്റും എക്സ്പെൻഡിച്ചറുമുള്ള കേരള ഗവൺമെന്റിനോടൊപ്പമെത്താൻ പാവപ്പെട്ടവന്റെ മടിശീല മാത്രം ഖജനാവായ ഈ മുസ്ലിം സമുദായത്തിന് സാധിച്ചിരിക്കുന്നു എന്നതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ എന്തിനാണ് ഇത് സൂചിപ്പിച്ചത്? ചരിത്രത്തിന്റെ താളുകൾ പരിശോധിക്കുമ്പോൾ കാലാകാലങ്ങളിൽ ചിന്തകന്മാരായ ആളുകൾ, സമൂഹത്തിന്റെ പുരോഗതിയിൽ താൽപര്യമുള്ള ആളുകൾ, അവർ ചിന്തിക്കുകയും അവരുടെ ചിന്തയിൽ നിന്ന് ഉത്ഭൂതമാകുന്ന കാര്യങ്ങൾ സമൂഹത്തിന് സംഭാവനയായി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രോഡക്റ്റുകളാണ്. 50കളിൽ കേരള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും ചേർന്നെടുത്തിട്ടുള്ള അവരുടെ ചിന്തയുടെ ആ പ്രോഡക്റ്റ്, അതിന്റെ ആ ഉൽപ്പന്നമാണ് ഇന്ന് കേരളത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മദ്രസകൾ. കാലചക്രം വീണ്ടും കറങ്ങി. ഞാൻ പറഞ്ഞുവല്ലോ, മദ്രസാ പ്രസ്ഥാനം അങ്ങനെയാണെങ്കിലും നമ്മുടെ മതപഠന രംഗം എന്ന് പറയുന്നത് കേവലം ഒരു സിലബസിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി 10 കിതാബ് ഓതും. അത് കഴിഞ്ഞതിന് ശേഷം നഹ്വും സുർഫും ഒക്കെ അല്പം പഠിക്കും, പിന്നെ കുറച്ച് ഫിഖ് പഠിക്കും, പിന്നെ തഫ്സീർ പഠിക്കും. തഫ്സീർ തന്നെ ജലാലൈനി മാത്രമേ പഠിക്കൂ, ബൈളാവി അൽബഖറ മാത്രമേ ഓതൂ. അങ്ങനെയൊക്കെ ഒരു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മാറി കോളേജുകൾ വേണമെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞതുപോലെ ജാമിയ നൂരിയ ഉണ്ടായി. പോരാ, സമൂഹം ചിന്തിച്ചു. എനിക്കറിയാം, എന്നെ കൂട്ടിക്കൊണ്ടുപോയി ബഷീർ മുസ്ലിയാരും അതുപോലെ തന്നെ CH ഐദറുസ് മുസ്ലിയാരും ഒക്കെ ഞാനിപ്പോൾ ഇരിക്കുമ്പോ ഒരാളിനോട് ചോദിച്ചു, 77-ൽ നിങ്ങൾ ചാവക്കാട് ഭാഗത്ത് വന്ന് പ്രസംഗിച്ചത് ഓർമ്മയുണ്ടോ എന്ന് ഇപ്പോൾ ഇവിടെ ഒരാളിനോട് ചോദിക്കുകയുണ്ടായി. അന്ന് ഞങ്ങളുള്ളപ്പോഴുള്ള ചർച്ച, ഈ ദർസുകൾ ഇങ്ങനെ പോയാൽ പോരാ, വരുന്ന പണ്ഡിതന്മാർക്ക് അറബി അറിയണം. ബഷീർ മുസ്ലിയാറിനോട് തമാശി പറയും, അറബി അറിയുമല്ലോ, എല്ലാവർക്കും അറബി അറിയാമല്ലോ. ആ സംഭാഷണങ്ങളൊന്നും ഞാനിവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പ്രായക്കൂടുതലില്ലാത്ത ചെറുപ്പക്കാരനായിരുന്ന എന്നോട് അദ്ദേഹം വാത്സല്യത്തോടുകൂടെ തർക്കിക്കുമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് എന്തും പറയുമായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പള്ളി ദർസിൽ നിന്ന് പഠിപ്പിക്കുന്ന അറബി എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിയാർ കുട്ടി അവിടെ ഓതാൻ പോയി നിന്ന് വീട്ടിലേക്ക് അവൻ അറബി പഠിപ്പിച്ച താല്പര്യത്തോടെ കത്തെഴുതി, അന മുത്തജമ്മിദും ഹാഹുന എന്ന അറബിയല്ലേ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുകയാണ്, അദ്ദേഹം അബ്ദുറഹ്മാൻ നഗറിലാണ്. അന്ന് ഞാൻ ഓർക്കുകയാണ്, അദ്ദേഹം ഒരു കല്ലെടുത്ത് നിന്നെ വേണ്ട പണിയുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ എറിയാൻ കഴിഞ്ഞു. ഞാനിത് പറഞ്ഞു വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അത്തരത്തിലുള്ള കുറെ ചർച്ചകൾ സമൂഹത്തിൽ നടന്നു. ഒരു വേദിയിൽ മാത്രമല്ല, പണ്ഡിതന്മാരും വിദ്യാതൽപരവുമായുള്ള ആളുകളൊക്കെ എന്ത് മാറ്റം വേണം എന്നതിനെക്കുറിച്ച് ആലോചിച്ചു. ആ മാറ്റത്തിന്റെ അടിസ്ഥാനം, അതിന്റെ പ്രോഡക്റ്റാണ് ദാറുൽ ഹുദ എന്ന് പറയുന്നത്. ആ ദാറുൽ ഹുദ വന്നു. ആ കാലഘട്ടത്തിലെ മറ്റൊരു പ്രശ്നമായിരുന്നു സ്ത്രീ വിദ്യാഭ്യാസം. ഞാൻ എന്റെ പേരിൽ മൗലവി എന്ന് ചേർത്തത് ഞാൻ എഴുതിയതല്ല, എന്റെ കൈകൊണ്ട് ഇന്നുവരെ ഞാൻ എഴുതിയിട്ടുമില്ല. ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പറായി ചെന്നപ്പോ ഞാനറിയാതെ ആരോ എഴുതി കൊടുത്തതുകൊണ്ട് അവിടെ ടി മുഹമ്മദ് മൗലവി എന്ന് എഴുതിയിരുന്നു. ഞാൻ PSC മെമ്പറുടെ കസേരയിലിരുന്ന് ആദ്യം എഴുതിയ നോട്ട്, ഇറ്റ് ഈസ് നോട്ടഡ് ദാറ്റ് മൈ നെയിം ഈസ് നോട്ടഡ് ടി മുഹമ്മദ് മൗലവി വിച്ച് ഈസ് നോട്ട് കറക്റ്റ്, ഇറ്റ് മേ ബി ചേഞ്ച്ഡ് ഇൻ ടു കൊളത്തൂർ ടി മുഹമ്മദ് എന്നാണ് ഞാൻ എഴുതി കൊടുത്തത്. അപ്പൊ ആരാണിത് എഴുതിയത് എന്ന് ചോദിച്ചാൽ, നോട്ടീസ് എഴുത്തുകാർ എഴുതിയതാ. മദ്രസക്ക് പ്രസംഗിക്കാൻ പോകുമ്പോ, പള്ളി ദർസ് പ്രസംഗിക്കാൻ പോകുമ്പോ, പാണക്കാട് പൂക്കോയ തങ്ങളെ കൂടെ പ്രസംഗിക്കാൻ പോകുമ്പോ, മുഹമ്മദ് അലി സിയാർ തങ്ങളെ കൂടെ പ്രസംഗിക്കാൻ പോകുമ്പോ, ഐദറുസ് മുസ്ലിയാരുടെ കൂടെയൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോ നോട്ടീസുകാർ എഴുതിയതാ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അക്കാലത്ത് ഞാൻ ഏറ്റവും അധികം ഉദ്ധരിച്ച പദ്യം, ഫകൈഫ തദുന്നു ബില്ലബിനായി ഖൈറാ ഇദാ നശൗ ബിഹിളിനിൽ ജാഹിലാത്തി. ഞാൻ സ്റ്റേജിൽ ഉദ്ധരിച്ചിട്ടുള്ള ഏറ്റവും അധികം ഞാൻ ഉദ്ധരിച്ച ഒരു കവിത അതാണെന്ന് ഞാൻ ഓർക്കുന്നു. സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ച് ഞാൻ മദ്രസാ വാർഷികങ്ങൾ പ്രസംഗിക്കുമ്പോൾ ശിഹാബ് തങ്ങൾ പ്രസംഗം കഴിഞ്ഞാൽ എന്നെ അഭിനന്ദിക്കുമായിരുന്നു. ഞാനിത് പറഞ്ഞത് ഇപ്പോ ഇവിടെ വഫിയ വന്നിരിക്കുന്നു. കരുവാരകുണ്ടിൽ സ്ത്രീകൾക്ക് പഠിക്കാനുള്ള ഒരു അറബിക് കോളേജ് വന്നിരിക്കുന്നു. ആ രംഗത്തൊക്കെ നമുക്ക് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടിത് ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ഒരു സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് 3 ഘടകങ്ങൾ അനിവാര്യമാണ്. ഒരു ഘടകം എന്ന് പറയുന്നത്, ആ സമൂഹത്തിലെ ആളുകൾക്ക്
ആത്മീയമായ ഒരു ഉത്കർഷം വേണം. ആത്മീയത എന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് മാനസികമായി നിയന്ത്രിക്കാനുള്ള ഒരു കഴിവാണ്. ഒരു കാര്യത്തെ കാണാനും ചിന്തിക്കാനും ഗ്രഹിക്കാനും ഗ്രഹിച്ചത് നടപ്പാക്കാനുമുള്ള ആത്മ ഊർജമാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അത് കേരളീയ മുസ്ലിം സമൂഹത്തിനുണ്ട് എന്നറിയാം. പൂർവികന്മാരുടെ ചരിത്രം പരിശോധിച്ചാലും അതുണ്ട്. അവരെടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഞാനതൊക്കെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടിയ നമ്മുടെ പൂർവികന്മാരുടെ കഥകൾ പരിശോധിക്കുമ്പോൾ അവർ ആത്മ ഊർജ്ജമുള്ളവരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. വെടിവെക്കാൻ കൊണ്ടുപോകുന്നവരോട് എന്താണ് നിങ്ങളുടെ അന്തിമാഭിലാഷം എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ സാധാരണ വെള്ളക്കാർ വെടിവെക്കാറുള്ളത് കൈകെട്ടിയാണ് കണ്ണുകെട്ടിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്റെ കൈ കെട്ടരുത്, എന്റെ കണ്ണ് കെട്ടരുത്, നിങ്ങൾ എന്നെ പിന്നിൽ നിന്ന് വെടിവെക്കരുത്, എന്റെ നെഞ്ഞിലേക്ക് വെടിവെക്കണം എന്ന് പറഞ്ഞ പാരമ്പര്യമുള്ള വിഭാഗമാണ് നമ്മൾ. അതുകൊണ്ട് ആത്മീയമായിട്ടുള്ള ഞാൻ ഉദ്ദേശിച്ച തീരുമാനമെടുക്കാനും ഉള്ളത് നടപ്പാക്കാനുമുള്ള ഊർജം നമുക്കുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഒരു സമൂഹത്തിന്റെ ചരിത്രം പഠിക്കാൻ അനിവാര്യമാണ്. ഭൂതത്തെക്കുറിച്ചുള്ള പഠനം കൊണ്ട് മാത്രമേ വർത്തമാനകാല പ്രവർത്തനങ്ങൾക്കുള്ള വിഭവം ശേഖരിക്കാൻ നമുക്ക് സാധിക്കൂ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ പണ്ഡിതനല്ല. ഖുർആനിലെ ഏറ്റവും ദീർഘമായ സൂറത്ത് ഞാൻ മനസ്സിലാക്കിയത് അൽ ബഖറയാണെന്നാണ്. അതിൽ 286 സൂക്തങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ 286-ൽ 110-ലധികം സൂക്തങ്ങളും ഉപയോഗപ്പെടുത്തിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഒരു ജനതയുടെ ബനൂ ഇസ്രായേലിന്റെ ചരിത്രം പറയാനാണ് എന്നും ഞാൻ മനസ്സിലാക്കുന്നു. എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു ജനതയോട്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഒരു ജനതയുടെ ചരിത്രം പറഞ്ഞത്? അവിടെ പതന ഉത്ഥാനങ്ങൾ നിലവിലുള്ളവർക്ക് മാതൃകയാകാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈ സമൂഹത്തിന് ബോധ്യപ്പെടാൻ 50കളിലും 60കളിലുമൊക്കെ ഈ സമൂഹത്തിന്റെ സ്ഥിതി എന്തായിരുന്നു, അവിടെ നിന്ന് മെല്ലെ 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 നടന്നു വന്ന് നാം ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഞാൻ ഹക്കീം ഫൈസി ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ മുഖസ്തുതി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോ കാലഘട്ടങ്ങളിലും ഓരോ സംവിധാനം നടപ്പാക്കാൻ പടച്ച റബ്ബ് ഓരോരുത്തരെ ഏൽപ്പിക്കും. ഈ സംവിധാനത്തിന് നേതൃത്വം നൽകാൻ പടച്ച തമ്പുരാൻ ഈ സന്ദർഭത്തിൽ ആ ചുമതല ഏൽപ്പിക്കപ്പെട്ടത് ഹക്കീം ഫൈസിക്കാട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അദ്ദേഹത്തിന് അല്ലാഹു ദീർഘായുസ്സും പ്രവർത്തിക്കുവാനുള്ള ശാരീരികവും മാനസികമായ സ്ഥൈര്യവും നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഈ കാലഘട്ടത്തിന് വളരെ അനിവാര്യമാണ്. ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്വഭാവ സംസ്കരണത്തിനായിരുന്നു. മെക്കാള പ്രഭുവിന്റെ വിദ്യാഭ്യാസ പദ്ധതിക്ക് ശേഷം ഉദ്യോഗസ്ഥന്മാരെ സൃഷ്ടിക്കാനായി. വിദ്യാഭ്യാസ രംഗത്ത് വന്ന പരിവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. സ്വഭാവ സംസ്കരണം മാറ്റിവെച്ചു. ഉദ്യോഗസ്ഥന്മാരെ സൃഷ്ടിക്കുക എന്ന വിദ്യാഭ്യാസം നടപ്പാക്കുന്നവന്റെ ലക്ഷ്യം മാറി. വിദ്യാഭ്യാസം നേടുന്നവന്റെ ലക്ഷ്യം സ്വന്തം ജീവിതായോധനമായി മാറി. വിദ്യാഭ്യാസത്തിന് നിരവധി 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 നിർവചനങ്ങളുണ്ട്. ഇവിടെ തന്നെ പലരും പറഞ്ഞു, അല്ലൽ മുഹയാത്തുൽ ഇസ്ലാം വ ഇമാദുദ്ദീൻ. പണ്ഡിതനല്ലാത്ത പാമരനെ ഞാൻ തന്നെ വിശദീകരിച്ചാൽ മണിക്കൂറുകൾ അത് പറയേണ്ടി വരും. ഉത്തരൂബിൻ, അതിലും വിദ്യാഭ്യാസത്തിന്റെ ഒരുപാട് തത്വങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. സ്പെൻസർ പറഞ്ഞു, എഡ്യൂക്കേഷൻ ഇസ് ദി പ്രിപ്പറേഷൻ ഫോർ കംപ്ലീറ്റ് ലിവിംഗ്. പരിപൂർണ ജീവിത സന്നാഹമാണ് വിദ്യാഭ്യാസം എന്നാണ് സ്പെൻസർ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്താണ് പരിപൂർണ ജീവിത സന്നാഹം? ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അവൻ അന്തം വിട്ടു നിൽക്കാൻ പാടില്ല. ലോകം ശാസ്ത്രീയമായി ഉയർന്നു പോകുമ്പോൾ അവിടെ അന്തം വിട്ടു നിൽക്കാൻ പാടില്ല. ലോകം എവിടെ എന്തിനെ അഭിമുഖീകരിച്ചാലും ലോകം എങ്ങോട്ട് വളർന്നാലും അതിനെ അഭിമുഖീകരിക്കുവാൻ കഴിവ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് എന്താണ് ഉണ്ടായത്? ഞാൻ അവിടേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാറ്റിനും കുറവുകളുണ്ടാകും, എല്ലാറ്റിനും എളിമയും ഉണ്ടാകും. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ കുറവ് എന്ത് എന്ന് ചോദിച്ചാൽ വിവരമുണ്ടായി, പക്ഷേ പ്രയോഗിക്കാൻ അറിയില്ല. വാട്ട് ഈസ് എഡ്യൂക്കേഷൻ? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു നോ, ഇറ്റ് ഈസ് ടു ഡു, ഇറ്റ് ഈസ് ടു ബിഹേവ്, ഇറ്റ് ഈസ് ടു ലിവ്. 4 ഘടകങ്ങളാണ് വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ. ഒന്ന് അറിവ് സമ്പാദിക്കുകയാണ്. അറിവ് സമ്പാദനം കൊണ്ട് മാത്രമായില്ല. ഫിസിക്സ് MSc പാസ്സായ വിദ്യാർത്ഥിയുടെ വീട്ടിൽ കറണ്ടിനൽപ്പം തകരാറി വന്നാൽ ഫ്യൂസ് വയർ കെട്ടാൻ
വയർമേനെ തെരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസം നമ്മുടെ രാജ്യത്തുണ്ടായി എന്നതാണ് വസ്തുത. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കറിയാമോ, കാറിന്റെ പിന്നിൽ കിടക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ മാത്രമല്ല ഡിഗ്രിയുമുള്ള ആളാണ്. പക്ഷേ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായാൽ കരുവാൻ അപ്പുണ്ണിയെ തെരഞ്ഞു പോകേണ്ട ഡ്രൈവറുടെ ഗതികേടിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം പോയ അവസ്ഥയുണ്ടായി. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട്? ടു ഡു എന്ന് പറയുന്നത് അറിയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് ആർജിക്കാൻ സാധിച്ചില്ല എന്നതാണ്. ടു ബിഹേവ്, പെരുമാറാനുള്ള കഴിവുണ്ടാകണം. ഇന്ന് പെരുമാറാനുള്ള കഴിവ് വിദ്യാഭ്യാസത്തിനുണ്ടായോ? തന്റെ മാതാവിനേക്കാളും വലിയ പ്രായമുള്ള ആളുകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ കുട്ടികൾ ഇവിടെ സുഖമായിരിക്കുന്നു. ടു ബിഹേവ്, പെരുമാറാൻ അവർക്ക് സാധിക്കുന്നു. ഞാൻ മുമ്പൊരിക്കൽ വായിച്ചിട്ടുണ്ട്, സാക്ഷരതയുടെ കാലഘട്ടത്തിൽ ഞാനൊരു റിപ്പോർട്ട് വായിച്ചു. ഒരു നിരക്ഷരൻ പോസ്റ്റ് ഓഫീസിൽ പോയി അന്യനാട്ടിൽ പഠിക്കുന്ന മകന് പണം അയക്കാൻ പോവുകയാണ്. അയാൾക്ക് എഴുത്തും വായനയും അറിഞ്ഞുകൂടാ. പാൻസ് ധരിച്ച 2-3 പെണ്ണ് പോക്കറ്റിൽ കുത്തിയിട്ടുള്ള സാക്ഷരനായ ഒരാൾ നിൽക്കുന്നു. ഈ അഡ്രസ്സിൽ എന്റെ മകന്റെ പേരിൽ അല്പം പണം അയക്കണം. അദ്ദേഹം പണം വാങ്ങി അയച്ചു. 2 ദിവസം കഥ നീണ്ടതാണ്. 4 ദിവസം കഴിഞ്ഞപ്പോ കുട്ടി പറയുകയാണ്, എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കി, പണം ഇവിടെ കിട്ടിയിട്ടില്ല. ഇദ്ദേഹം പോസ്റ്റ് ഓഫീസിൽ പോയി പരിശോധിച്ചു നോക്കുമ്പോ സംഗതി എന്താണെന്നറിയാമോ? പണം അവിടെ കിട്ടിയിരിക്കുന്നു. അഡ്രസ്സിക്ക് പണം കിട്ടിയിട്ടുണ്ടല്ലോ. പരിശോധിക്കുമ്പോഴാണ് അഡ്രസ് ഇയാളാണെന്ന് പറഞ്ഞത്. നേരത്തെ പാൻസിറ്റ് പോക്കറ്റിൽ 3 പെണ്ണും കുത്തുന്ന ഈ വിദഗ്ധൻ അവന്റെ പേര് തന്നെ ആ മണി ഓർഡർ ഫോമിൽ അയച്ചാണ് പോസ്റ്റ് ഓഫീസിൽ നൽകിയത്. 2-ാം ദിവസം അവൻ ആ പണം കിട്ടി. എന്നിട്ടൊരു ചോദ്യം, വിവരമില്ലാതിരുന്നാലുള്ള ബുദ്ധിമുട്ട് മനസ്സിലായോ? സത്യം പറയാമല്ലോ, എനിക്ക് മനസ്സിലായത് വിവരമുണ്ടായാലുള്ള ബുദ്ധിമുട്ടാണ് ഉള്ളത്. നേര് പറയാലോ, ഈ നിരക്ഷരനായ പാവപ്പെട്ട മനുഷ്യനെ വഞ്ചിച്ച് പണം തട്ടാൻ ശ്രമിച്ച ഈ സാക്ഷരനാണ് എന്റെ ദൃഷ്ടിയിൽ ഏറ്റവും മോശക്കാരൻ. എനിക്കതിൽ നിന്ന് മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ പഠിച്ചാലുള്ള ബുദ്ധിമുട്ട് മനസ്സിലായോ എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ സ്ഥിതി. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിവാദത്തിന് തിരികൊളുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ മേഖലയിലും നാം മുന്നോട്ട് വന്നു. പരിശോധിക്കാൻ നാം തയ്യാറാണ്. 2 വർഷം മുമ്പ്, ഈ കഴിഞ്ഞ വർഷം ആ കണക്കൊക്കെ നോക്കാൻ ഞാൻ ആശുപത്രിയിലായിരുന്നതുകൊണ്ട് എനിക്ക് സാധിച്ചില്ല. അതിന് മുമ്പത്തെ വർഷം എനിക്ക് ഓർമ്മയുണ്ട്, മദ്യപന്മാർ ഏറ്റവും അധികം ന്യൂ ഇയറിന് മദ്യം വിറ്റത് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഒന്നാമതായി അത് ചാലക്കുടിയിലായിരുന്നു. ചാലക്കുടിയിൽ മദ്യം ഏറ്റവും അധികമായെങ്കിൽ ചില സന്ദർഭങ്ങളിലൊക്കെ മദ്യം ഹലാലായ ഒരു കൂട്ടർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. 2-ാം സ്ഥാനം ആർക്കായിരുന്നു എന്ന് ചോദിച്ചാൽ അത് തിരൂരിനായിരുന്നു. 3-ാം സ്ഥാനം ആർക്കായിരുന്നു എന്ന് ചോദിച്ചാൽ മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിക്കായിരുന്നു എന്നാണ് പത്രം വന്നത്. വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോയപ്പോഴും ധാർമ്മികമായി നാം എവിടേക്ക് പോയി എന്ന് പരിശോധിക്കാനാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത്. കഴിഞ്ഞ യോഗത്തിനല്ല, അതിന്റെ മുമ്പെയുള്ള ജാമിയ നൂരിയയുടെ യോഗം പട്ടിക്കാട് ഭംഗിയായി നടക്കുമ്പോൾ ആലിമ്യങ്ങളും സാദാത്തുക്കളും ഒന്നിച്ചു ചേർന്ന് ഒരു വലിയ സമ്മേളനം, ആരെയും അങ്ങോട്ട് ആകർഷിക്കുന്ന വൈദ്യുതാലങ്കൃതമായിട്ടുള്ള ആ നഗരിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ നമ്മുടെ കോട്ടക്കല സമീറിന് സാധിച്ചില്ല. ഈ സമുദായത്തിൽ പിറന്ന കോട്ടക്കല സമീറും കൂട്ടുകാരനും നേരെ പോയത് ചങ്കുവെട്ടിയിലുണ്ടായിരുന്ന ഒരു മദ്യഷാപ്പിലേക്കാണ്. അവിടെ പോയി ഒരു ഹൈന്ദവ സഹോദരനോട് മദ്യത്തിന് വേണ്ടി വഴക്ക് കൂടി അവസാനം രാത്രിയിൽ കുത്തുകൊണ്ട് മരിച്ചു. പിറ്റേ ദിവസം പത്രത്തിൽ വന്നു, സമീറിന് കുത്തേറ്റു മദ്യഷാപ്പിൽ വെച്ച്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് സമീറിന്റെ വീട്ടുപേരാണ്. ബൈത്തുൽ മുഖദ്ദിസ് എന്നാണ് സമീറിന്റെ വീട്ടുപേര് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെയാണ് പുരോഗതി ഒരു വശത്തുകൂടെ പോകുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സ്വഭാവ രൂപീകരണത്തിന് വിശാലമായ അർത്ഥങ്ങളുണ്ട്. അങ്ങോട്ടൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ഇവിടെ വന്നപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ പ്രേരകന്മാരായി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഒരു സമന്വയ വിദ്യാഭ്യാസം ആവശ്യമാണ് എന്ന് തോന്നി. ആ തോന്നുന്നതിന്റെ ഉൽപ്പന്നമാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ആർട്സിനൊക്കെ ധാരാളം സൗകര്യങ്ങൾ കുറച്ചു, സയൻസിന് കൊടുത്തു. അതിന് കാരണങ്ങളുണ്ട്. ഡോക്ടറും എഞ്ചിനീയറും വേണം. സമൂഹത്തിൽ അതിന് അംഗീകാരമുണ്ടായി. ഡോക്ടറേറ്റ് പറഞ്ഞാൽ അതിന് എല്ലാ മേഖലകളിലും, ഒരു മേഖലകളിൽ മാത്രമല്ല പല മേഖലകളിലും അംഗീകാരമുണ്ടായപ്പോ കോടീശ്വരന്മാർ കോടികൾ കൊടുത്ത് മക്കളെ ഡോക്ടർമാരാക്കാൻ നോക്കി.
അതിന്റെ കരളരിയിക്കുന്ന കഥകളിലേക്കൊന്നും കടന്നുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആർട്സ് പഠിപ്പിക്കുന്ന സംവിധാനം ഇവിടെ കുറഞ്ഞു. ഇവിടെ ആർട്സ് പഠിപ്പിച്ചാൽ മിക്കവാറും ലാബിൽ തപ്പിനോക്കിയാൽ കാണാൻ പറ്റാത്ത പല സംഗതികളും അതിൽ പരാമർശിക്കും. മലയാള സാഹിത്യമാണ് പഠിക്കുന്നതെങ്കിൽ തന്നാൽ കരയേറേണ്ട എത്ര പേരോ താഴത്തു പൾച്ചേറിൽ അടിഞ്ഞിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോ നിധിക്കെന്തൊരു ചരിതാർത്ഥ്യം എന്ന ഉള്ളൂർ കവിത പഠിപ്പിക്കുമ്പോൾ മനുഷ്യത്തിന്റെ സമത്വ ചിന്താഗതിയെക്കുറിച്ച് അവൻ പഠിക്കേണ്ടി വരും. സയൻസ് പഠിപ്പിക്കുമ്പോൾ എന്താണ് H2O, ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ വെള്ളം എന്നവൻ പഠിക്കുന്നു. ഹൈഡ്രജൻ 2ഉം ഓക്സിജൻ 1ഉം ചേർന്നാൽ അത് വെള്ളമാകും എന്നവൻ പഠിക്കുന്നു. പക്ഷേ ആ വെള്ളം ആർക്ക് കൊടുക്കണം, ആ വെള്ളം എന്ത് ചെയ്യണമെന്ന് അവനെ സയൻസ് പഠിപ്പിക്കുന്നില്ല. വെടിമരുന്നിനെ കുറിച്ചുള്ള അറിവ് അവനുണ്ടാകുന്നു, അവന് വിവരമുണ്ടാകുന്നു. ആ വെടിമരുന്നിന്റെ രാസപരിണാമങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായി അവനറിയാം. പക്ഷെ അതെവിടെ പ്രയോഗിക്കണമെന്ന് അവൻ അറിഞ്ഞുകൂടാ. ആ വെടിമരുന്ന് പ്രയോഗിക്കേണ്ടത് ഈ ഭൂമിയിലെ കരിമ്പാറക്കൂട്ടങ്ങൾ മനുഷ്യോപകാരപ്രദമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ്. സ്വന്തം സഹോദരന്റെ വിരിമാറിലേക്ക് ഉപയോഗിക്കാനുള്ളതല്ല കരിമരുന്ന് എന്ന ബോധം സയൻസ് അവന് നൽകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവനിൽ ഈ പറഞ്ഞ ലാബിൽ തപ്പിനോക്കിയാൽ കാണാൻ പറ്റാത്ത ദയ, കടപ്പാട് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങള് ആ കുട്ടിയെ പഠിപ്പിക്കേണ്ടത്. ലാബിൽ തപ്പിനോക്കിയാൽ ദയ കാണില്ല, ലാബിൽ തപ്പിനോക്കിയാൽ കടപ്പാട് കാണില്ല, ലാബിൽ തപ്പിനോക്കിയാൽ കാണാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങൾ അവനെ പഠിപ്പിക്കാൻ ഈ ആത്മീയതയുടെ വശം അല്ലെങ്കിൽ ഈ മതപരമായ വശം, ഈ ഭൗതികയുടെ കൂട്ടിച്ചേർത്ത് അവനെ പ്രിപ്പറേഷൻ ഫോർ കംപ്ലീറ്റ് ലിവിംഗ് എന്ന് പറയുമ്പോൾ ഭൂമുഖത്ത് മാത്രമല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം ഐഹികവും പാരത്രികവുമാണ്. ഐഹികവും പാരത്രികവുമായ ജീവിത വിജയത്തിന് ആധാരമായ വിഭവങ്ങൾ സമാഹരിക്കലാണ് വിദ്യാഭ്യാസം എന്ന് കണ്ട ആളുകളാണ് ഈ ഇരിക്കുന്ന പണ്ഡിതന്മാർ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ മുമ്പിൽ ഇത്തരത്തിലുള്ള ഒരു സംഗതി ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു കാര്യം തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാമ്പത്തികമായി വളരെയധികം ക്ഷീണിതമായ ഒരു കാലഘട്ടത്തിലാണ് ഗവൺമെന്റിനെ പോലും കടത്തിവെട്ടത്തക്ക രൂപത്തിൽ ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത്. സൂക്ഷ്മമായ പരിശോധനയ്ക്ക് തയ്യാറായാൽ ഇനിയും നമുക്ക് അഭിമാനിക്കാൻ ഒത്തിരിയുണ്ട്. 4 സ്ഥാപനങ്ങൾ മാത്രം 16,000 സ്ഥാപനങ്ങൾ മാത്രം ഗവൺമെന്റിനുണ്ടായിട്ടും അതിൽ 35% വാടക കെട്ടിടത്തിലാണ്. 40,000-10,000 മദ്രസകൾ, 25% വരുന്ന ഈ കേരള ജനത കോടിക്കണക്കിന് രൂപ ബഡ്ജറ്റുള്ളവരല്ല, എക്സ്പെൻഡിച്ചറുള്ളവരല്ല. പാവപ്പെട്ടവന്റെ മടിശീല മാത്രം ഖജനാവായ ഈ സമൂഹം നടത്തിവരുന്ന ഒരൊറ്റ മദ്രസയും ഞാൻ ഇന്ന് സംസാരിക്കുന്ന ഈ സമരമയും വാടക കെട്ടിടത്തിൽ നടത്തുന്നതായി എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. കെട്ടിടത്തിന്റെ രംഗത്ത് ഗവൺമെന്റിനെ പോലും കടത്തിവെട്ടാൻ ഈ സമൂഹത്തിന് സാധിച്ചിരിക്കുന്നു എന്നാണ് നമ്മുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. സാലറിയുടെ കാര്യം എടുത്താലോ വലിയ സംഖ്യ അല്ല എങ്കിലും അരിയർ കൊടുക്കാനില്ല. ഞാൻ അബ്ദുൽ ഖാദർ സാഹിബിനടക്കം ഗവൺമെന്റ് അരിയർ കൊടുക്കാണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. DA വന്നാൽ കുറച്ച് കഴിഞ്ഞിട്ടേ തരുള്ളൂ, ഇപ്പൊ പിരിയുമ്പോഴൊക്കെ കൊടുക്കുള്ളൂ. അങ്ങനെയാണ്. DA കൊടുത്താൽ ഇപ്പൊ സർവീസിലില്ലേ? ഉണ്ട്. ഗവൺമെന്റ് 10% DA പ്രഖ്യാപിച്ചാൽ 2 കൊല്ലത്തിൽ തരില്ല, അതവിടെ എഴുതി വെക്കുകയും പിരിയുമ്പോഴേ തരുള്ളൂ. എന്നാൽ ഈ പാവപ്പെട്ട ഈ മുസ്ലിം സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിലും ഒരു പൈസയും അരിയർ കൊടുക്കാനില്ല, ബാക്കി കൊടുക്കാനില്ല. ഇന്നിപ്പോ 30 മിക്കവാറും ഏപ്രിൽ മാസ ശമ്പളമൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവുന്ന അവിടെയും സ്വയം പര്യാപ്തമാകാൻ സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ പറഞ്ഞാൽ മണിക്കൂറുകൾ വേണം. ഞാൻ ഹബീബൈസോട് പറഞ്ഞു എനിക്ക് 5 മിനിറ്റ് പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാൻ. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചാൽ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ ഒരുപാട് സംഗതിയുണ്ട്. പക്ഷെ ഒന്ന് പറയാനുണ്ടല്ലോ, അത് പറയുന്നതിൽ ആരും വിഷമിക്കരുത്. നമ്മുടെ സമൂഹം ഇപ്പോഴും മറ്റെല്ലാ കാര്യങ്ങളും പോയെങ്കിലും മതവിദ്യാഭ്യാസ രംഗത്ത് ശമ്പളം കൊടുക്കുന്ന കാര്യത്തിൽ അല്പം പുറകിലാണ് എന്ന് വേദനയോടെ പറയേണ്ടി വരും. ഒരു മുദസ്സിസോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ശമ്പളം തരേണ്ടത്? രസികനായ അദ്ദേഹം പറഞ്ഞു, ഒരു അരത്തമഴന്റെ കൂലി എന്നാ മതി. അപ്പൊ അതെത്രയെന്ന് ചോദിച്ചു. തമിഴൻ 400 അപ്പൊ 200, 6,000 ഈ സാധു ചോദിക്കണത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആലോചിക്കണം, അരത്തമഴന്റെ കൂലി തന്നാ മതി എന്നാ മൂപ്പര് പറഞ്ഞു. 6,000 ഉറുപ്പികയാണ് മദ്രസാമന്തി. ഇപ്പൊ എന്താ ശമ്പളത്തിന് എനിക്ക് അറിഞ്ഞു. നമ്മളിപ്പോൾ നേരത്തെ ആരൊക്കെയോ പ്രസംഗിക്കാൻ പറഞ്ഞിട്ടുള്ള വിദഗ്ധരായ ആളുകളോടാണ്. ഇനി വാഫിയൊക്കെ കഴിഞ്ഞ് കുട്ടികൾ വരും. അത് നിങ്ങളോടല്ല ഞാൻ പറയുന്നത്, സമൂഹത്തോടാ പറയുന്നത്. നല്ല ഡിഗ്രി ഉണ്ടായി ഉഷാറുള്ള കുട്ടികൾ വരുമ്പോൾ അവർക്ക് ജീവിക്കാൻ
ആവശ്യമായ ഇവന് പണം കൊടുക്കുന്നല്ല ഞാൻ പറയുന്നത്, പണത്തിനെ സ്ട്രെസ് ചെയ്തിട്ടല്ല ഞാൻ പറയുന്നത്. അവർക്ക് ജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ, അവർക്ക് സൗകര്യപ്രദമായിട്ടുള്ള സ്ഥിതി, അതൊക്കെ പറഞ്ഞ മണിക്കൂറുകൾ പറയേണ്ടി വരും. അപ്പൊ അതിലൊക്കെ ആളുകൾ വരും. പണ്ട് ഞാനൊരു കഥ പറയുന്ന കേട്ടിട്ടുണ്ട്. രണ്ട് പള്ളിക്കാരന്മാര് ഒരു മുദരിസിനെ തെരഞ്ഞെടുത്തു. വേറൊരു മുദരിസിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞതെന്നറിയോ, ഞങ്ങൾക്ക് നല്ലൊരു മുദരിസിനെ കിട്ടും, നല്ല തഹക്കീക്കുള്ള ആളാണ്, നിഷ്കാരമൊന്നും ഉണ്ടാകാൻ പാടില്ല, ചോദിച്ചാൽ പിന്നെ അവരെ ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല, 4 പതിവെപ്പ് ഒപ്പം പറയാൻ പറ്റണം, പക്ഷെ അവിടെ ഈ ശമ്പളം കൊടുക്കാൻ കുറച്ച് ഇടങ്ങാറാ, എന്നാലും ആള് മോശമാകാൻ പറഞ്ഞു. പിന്നെയും പറഞ്ഞു അവിടെ ഈ ചെലവ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായി, ഉൾനാടാവുകൊണ്ട് ഈ മത്തന്റെ അരിയൊക്കെ ഉണ്ടാവുള്ളൂ കാര്യം, അതുകൊണ്ട് അതിലും ഒരു വലിയ, പക്ഷേ ആള് നന്നാണ്. പതി അയ്യാലായി റബ്ബുക്കുമാ തുക്കദിബാൻ എന്ന് പറഞ്ഞ മാതിരി കേട്ടക്കെട്ടക്കെട്ടക്ക് പറയും ആളെ മഹത്വത്തെക്കുറിച്ച്. പക്ഷെ കാശൊന്ന് കുറയേണ്ടതിനെ കുറിച്ച്, ഭക്ഷണം ഇല്ലാത്തതിനെ കുറിച്ച് നമ്മൾ ദേഷ്യം വന്നു. മൂപ്പര് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയ ഒരാളുണ്ട്. ആരാണ്? അത് ഞാൻ പറഞ്ഞുതരാം. മൂപ്പർക്ക് നല്ല ഒഴിവാണ്, അൽഹംദുലില്ലാഹ്. അപ്പൊ എന്നാ മൂപ്പര് എവിടെയും പോയിട്ട് മുമ്പ് നമുക്ക് നോക്കണം എന്ന് പറഞ്ഞു. മൂപ്പർക്ക് ഭക്ഷണം ഒരു പ്രശ്നമല്ല. അപ്പൊ ഇവർക്ക് വലിയ ഇഷ്ടമായി, ശമ്പളം അത്രയും പ്രശ്നമല്ല. പിന്നെ ഒരു ഇഷ്കാലും മൂപ്പർക്ക് ഉണ്ടാവില്ല. മൂപ്പര് പറഞ്ഞതിന്റെ അപ്പുറം ഒരു ആലിമ് വന്നാലും പറയില്ല, അതിന്റെ യഥാർത്ഥ സ്ഥിതി മൂപ്പർക്ക് അറിയുള്ളൂ. അപ്പൊ ഇവർ വളരെ ആകാംക്ഷയോടുകൂടെ പോകാൻ തയ്യാറായി. നിങ്ങളെന്ന വേഗം പുറപ്പെടും, ഇങ്ങനത്തെ ഒരാളെ കിട്ടണമെങ്കിൽ ആലോചിച്ചു, നിങ്ങൾ ജിബ്രീലിനെ കിട്ടുമൊക്കെയാണ്. കാരണം എന്താ വെച്ചാൽ ഈ ആയത്തിറങ്ങിയ നേരെ ജിബ്രീലിന്റെ അടുത്താണല്ലോ, വന്നതിന് ശേഷമാണല്ലോ വലിയ അഭിപ്രായ വ്യത്യാസമൊക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയണ ആളാരാ? ജിബ്രീലാണ്. മൂപ്പരെ കൊട്ടിച്ചാൽ നമുക്ക് തിരക്കടില്ല. പിന്നെ മലക്കാവുകൊണ്ട് മൂപ്പർക്ക് ഭക്ഷണത്തിന്റെ ആവശ്യമില്ല, കുട്ടികളും മക്കളും ഇല്ലാത്തതുകൊണ്ട് ശമ്പളം വേണ്ട, പിന്നെ ഇപ്പൊ വഹയിന്റെ പണി കഴിഞ്ഞുകൊണ്ട് പണിയില്ല, കിട്ടുമോ നോക്കിയ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെ ദർസ് നടത്താൻ നടക്കുന്ന പഴയ കുറച്ച് കാരണന്മാരുടെ അനന്തരാവകാശികളായി നമ്മുടെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഈ പുതിയ തലമുറയോട് ലേശമൊന്ന് കാലത്തിനൊത്ത് മാറുക എന്ന് പറയുമ്പോൾ ഈ മഫ്ഹൂം മുഖാലപ്പെടുക്കരുത്. ഇവിടെ ഇരിക്കുന്നത് മുഴുവൻ ആലിമ്യങ്ങളാകൊണ്ട് എനിക്ക് ഇടങ്ങാറാ പറയാനും. ഞാൻ പറഞ്ഞ് കാലത്തിനൊത്ത് മാറണം എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ഡിതന്മാരോട് വർത്താനം പറയാതെ ഇടങ്ങാറതാണ്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കാലഘട്ടത്തിന്റെ, നിങ്ങളോട് പറഞ്ഞു ശരിയാ, കാലഘട്ടത്തിന്റെ കാലച്ച മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഞാനിപ്പോൾ ആലോചിക്കുക, ഇവിടെ സ്വകാര്യ മേഖലയിൽ നടത്തിക്കൊണ്ടിരുന്ന സെൽഫ് ഫൈനാൻസിങ് സിസ്റ്റം വന്നപ്പോ ഇവിടെ ഉണ്ടായിരുന്നത് മുഴുവൻ ഇടണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയോ, നമ്മുടെ ഇവിടെ ആർട്സിൽ മാത്രമായിരുന്നു, സയൻസിലായിരുന്നു അന്ന് കുറവ്. അതുകൊണ്ടാണ് മജ്ലിസ് ആദ്യമായി ഉണ്ടാക്കിയത്. അത് മജ്ലിസ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ കഥ പറഞ്ഞാൽ ധാരാളം പറയാനുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിൽ റൂളില്ലെന്ന്, അന്ന് റൂളില്ല. റൂളില്ലാത്തതുകൊണ്ട് എന്നോട് എസ് കെ പി ഷായോട് ചോദിച്ചു, സ്റ്റാറ്റിസിലില്ലാത്തൊരു കാര്യം പറ, നിങ്ങളെന്ത് വർത്താനേ പറയണമെന്ന് ചോദിച്ചു. നമ്മൾ അവസാനം അത് കൊണ്ടുവന്ന് കേസ് കൂടിയിട്ടാണ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി. ഇപ്പൊ നിങ്ങൾക്കറിയോ, സയൻസ് പഠിക്കുന്ന കുട്ടികൾ ധാരാളം ഉണ്ടായി. കാലത്തിന്റെ കാലച്ച മനസ്സിലാക്കി പ്രവർത്തിക്കണം. ആ പ്രവർത്തനത്തിന് എല്ലാ വിഭാഗവും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കണം. കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ നേട്ടം എന്ന് പറയുന്നത്, ഇവിടെയുള്ള പണ്ഡിതന്മാരും നേതാക്കന്മാരും എപ്പോഴൊക്കെ യോജിച്ചു നിന്നോ അപ്പോൾ അവർക്ക് നേട്ടമുണ്ടായി. ബാധക്കിത്തങ്ങൾ പറയാനും സമസ്ത അംഗീകരിക്കാനും, സമസ്ത പറയാനും നാട്ടിലിറങ്ങുമ്പോൾ കാരണവന്മാരത് സ്വീകരിക്കാനും തയ്യാറായപ്പോഴാണ് ഈ കണ്ട നേട്ടങ്ങളൊക്കെ ഉണ്ടായത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഐക്യമാണ് നമുക്ക് വേണ്ടത്, ആ ബോധമാണ് നമുക്ക് വേണ്ടത്. വളർന്നു വരുന്ന തലമുറയിൽ അവരെ എല്ലാറ്റിനും പറ്റുന്നവരായി വളർത്തണം. വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരോട്, നിങ്ങൾ ഒരു കാര്യവും കൂടി ഞാൻ തീർത്തു പറയാൻ ആഗ്രഹിക്കുന്നു. കൂട്ടാന്റെ കൂടുതൽ കൊണ്ട് ചോറ് മറന്നു പോകരുത് എന്ന്. അർത്ഥം നിങ്ങൾക്ക് അൽശാറ തക്ഫീറില്ലാക്കില്ല. അടിസ്ഥാനപരമായി കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് മേയാം, പക്ഷേ കുറ്റിക്ക് ചുറ്റും. നിങ്ങൾ ഈ സമൂഹത്തോട് സംവദിക്കേണ്ടതുണ്ട്. നിങ്ങൾ പലതരം സംവദിച്ചിട്ടുണ്ട് എന്നും എനിക്കറിയാം. ഞാൻ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യൻ ചിന്തിക്കാൻ തയ്യാറാണ്. ചിന്ത എന്ന് പറയുന്ന ഒരു അനുഗ്രഹമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ 100 കണക്കിൽ തവണ അഫലാ തഅഖിലൂൻ, അഫലാ തദബ്ബറൂൻ, അഫലാ തൻദുറൂൻ, അഫലാ തറൗൻ, ആലോചിക്കണില്ലടോ, ചിന്തിക്കണില്ലടോ, ഉച്ചാലോചിക്കണില്ലടോ എന്നാ ചോദിക്കുന്നത്. അള്ളാഹു പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് പിന്നെന്താ അതിനേക്കാൾ വലിയ ആളാരാ ആലോചിക്കാൻ പറഞ്ഞത്? അത് നമ്മൾ ആലോചിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ആലോചിച്ച് ചർച്ച ചെയ്ത് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ പെശക് സംഭവിച്ചാലും പൊറുക്കപ്പെടുന്നതാണ്. നേരെ മറിച്ചത് ധന്യമാകുമെങ്കിൽ ഇരട്ടി പുണ്യം കിട്ടുന്നതാണ്. ആ ബോധത്തോടുകൂടി സലീമായ കൽബോടുകൂടി പഠനം നടത്താനും കാര്യങ്ങളെ കാണാനും നമുക്ക് സാധിക്കണം. അങ്ങനെ മാതൃകായോഗ്യരായ പണ്ഡിതന്മാർ
ഈ സമൂഹത്തിന് ഉണ്ടാകണം. അത് ഈ വരുന്ന കാലഘട്ടത്തിൽ ആവശ്യമാണ്. എല്ലാ നിലകളിലും വൈജ്ഞാനിക വികാസം സിദ്ധിച്ച ഒരു പണ്ഡിത ലോകത്തെ ഈ സമൂഹം പ്രതീക്ഷിക്കുന്നു. അത് സമ്മാനിക്കാൻ നിങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.